എല്ലാവർക്കും നമസ്കാരം. എന്താണ് ഷോഡശ സംസ്കാരം? ഒരു കുഞ്ഞിനെ എപ്പോൾ ഗർഭം ധരിക്കണം, ആ കുഞ്ഞിനെ പ്രസവിച്ച് അവനൊരു 100 വയസ്സ് വരെ ജീവിച്ചാൽ, അതായത് അന്ത്യേഷ്ടി വരെ ചെയ്യേണ്ട കർമ്മങ്ങളാണ് ഷോഡശ സംസ്കാരം. ഹിന്ദുവിനെ അറിയാത്തവർ ചോദിക്കാറുണ്ട്, ഈ ഹിന്ദുവിനെ അഭിമാനിക്കാൻ എന്താണുള്ളത്? ഈ ഹിന്ദുക്കൾക്ക് എന്തെങ്കിലും ആചാര പദ്ധതികളുണ്ടോ? കാരണം നാം മനസ്സിലാക്കിയിട്ടില്ല എന്നതാണ് ഇത്തരം സംശയത്തിൻ്റെ അടിസ്ഥാനം. ഷോഡശ സംസ്കാരത്തിൽ ഒന്നാമത് ഗർഭാധാനമാണ്. ഗർഭാധാനം എന്നാൽ ഗർഭത്തെ പുരുഷൻ ദാനം ചെയ്യുന്നു, അതാണ് ഗർഭാധാനം. ആ ഗർഭാധാനം എന്താണെന്ന് ചോദിച്ചാൽ വീര്യസന്താനങ്ങളെ ലഭിക്കുവാനുള്ള മഹത്തായ കർമ്മമാണ്. അത് കേവലം കാമത്തിനായി 2 ശരീരങ്ങൾ ചേരുവാനുള്ളതല്ല. പ്രകൃതിയുള്ള സംഗമത്തിലൂടെ അറിയാതെ ഉണ്ടാകേണ്ട ഒന്നും അല്ല സന്താനങ്ങൾ. ഈശ്വര ചിന്തയോടുകൂടി സന്താനപ്രാപ്തി വേണം എന്നാഗ്രഹിച്ച് അതിൻ്റെ കർമ്മങ്ങൾ പ്രാർത്ഥനകളും ചെയ്ത് രാത്രിയുടെ 2-ാം യാമത്തിലെ സ്ത്രീ പുരുഷ ശരീരത്തിൽ സംഗമിച്ച് ഗർഭത്തെ ധരിക്കുന്നതിനെയാണ് ഗർഭാധാനം എന്ന് പറയുന്നത്. രണ്ടാമത്, സൂര്യൻ അസ്തമിച്ചതിന് ശേഷമുള്ള ആദ്യത്തെ 3 മണിക്കൂറാണ് 1-ാം യാമം. 6 മുതൽ 9 മണി വരെ 1-ാം യാമം, 9 മുതൽ 12 വരെ 2-ാം യാമം. ഇങ്ങനെ ആ 2-ാം യാമത്തിനു മുമ്പായി ഭാര്യ ഭർത്താക്കന്മാർ സംഗമിക്കണം. എപ്പോഴാണ് ഒരു സ്ത്രീക്ക് ഗർഭത്തെ സ്വീകരിക്കേണ്ട ഉത്തമമായ സമയം? ഇതിനെപ്പറ്റിയൊക്കെ നമ്മളെ ബോധിപ്പിക്കുന്നതാണ് ഈ ഷോഡശ സംസ്കാരത്തിലെ ആദ്യത്തെ സംസ്കാരമായ ഗർഭാധാനം. ഇതിൽ നമുക്ക് പ്രൊഡക്റ്റായും ബൈ പ്രൊഡക്റ്റായും കുട്ടികൾ ഉണ്ടാവും. എന്ന് പറഞ്ഞാൽ, എനിക്കൊരു കുഞ്ഞു വേണം എന്ന് ആഗ്രഹിച്ച് അതിനു വേണ്ടിയുള്ള കർമ്മങ്ങളൊക്കെ ചെയ്ത് ക്ഷേത്രങ്ങൾക്ക് കൊടുക്കേണ്ടതൊക്കെ കൊടുത്ത് ഭഗവാനെ പ്രസാദിപ്പിച്ച് അതിനുവേണ്ടിയുള്ള പൂജാതി കർമ്മങ്ങളൊക്കെ ചെയ്ത് സേവന മേഖലയിൽ ചെയ്യേണ്ടത് ചെയ്ത് ഗുരുവിന് ദക്ഷിണ നൽകി വീട്ടിലെ മുതിർന്നവർക്ക് എന്താണോ ആവശ്യമുള്ളത് അതും നൽകി അനുഗ്രഹം വാങ്ങി അങ്ങനെ സമസ്ത ലോകവും ഞാൻ കാരണം സന്തോഷമാണ് എന്ന ബോധത്തോടുകൂടി പ്രാർത്ഥനയോടുകൂടി സ്ത്രീ പുരുഷ ശരീരങ്ങൾ സംഗമിച്ച് അതിൽ നിന്നും ഗർഭം ധരിച്ച് അതിൽ നിന്ന് ലഭിക്കുന്ന കുഞ്ഞിനെ പ്രൊഡക്റ്റ് എന്ന് നമുക്ക് പറയാം. അപ്പോൾ എന്താണ് ഈ ബൈ പ്രൊഡക്റ്റ്? അതായത് കല്യാണം കഴിച്ചു 2 വർഷം കഴിഞ്ഞ് കുട്ടികൾ മതി എന്ന് തീരുമാനിക്കുന്നു. എന്നാൽ 3-ാമത്തെ മാസം ടെസ്റ്റ് ചെയ്തപ്പോൾ ഗർഭിണിയാണെന്ന് അറിയുന്നു. അപ്പോൾ അതിനെ നശിപ്പിച്ച് കളയാമെന്ന് അച്ഛനും അമ്മയും തീരുമാനിച്ചു. അതായത് കുഞ്ഞിനെ നമുക്ക് വേണ്ട, കൊന്നു കളയാം എന്ന് അച്ഛനമ്മമാർ തീരുമാനിക്കുന്ന അക്രൂരത. വയറ്റിലിട്ട് കൊന്നാൽ കേസില്ലാത്തത് കൊണ്ട് കുഴപ്പമില്ല. അങ്ങനെ അച്ഛനും അമ്മയും കൊല്ലാമെന്ന് തീരുമാനിക്കുമ്പോൾ വീട്ടിലെ മറ്റു മുതിർന്നവർ അറിയുമ്പോൾ അത് സാധിക്കാതെ വരുന്നത് കൊണ്ട് പിന്നീട് അതിനെ ഗർഭം ധരിക്കാമെന്നവർ തീരുമാനിക്കുമ്പോൾ അതിലൂടെ ലഭിക്കുന്ന കുട്ടി ബൈ പ്രൊഡക്റ്റാണ്. അസ്വീകാര്യനായ അച്ഛൻ അമ്മ കൊന്നുകളയണമെന്ന് തീരുമാനിച്ച ആ കുട്ടി, അത്തരം കുട്ടികൾ ജനിച്ചാൽ നമ്മൾ വേണ്ടെന്ന് വെക്കുമോ? ഇല്ല, നമ്മൾ സ്നേഹിക്കും. എന്നാൽ ആ കുട്ടി അച്ഛനും അമ്മയ്ക്കും 8ന്റെ പണി തന്നിരിക്കും. കാരണം വയറ്റിലിട്ട് അമ്മ വേണ്ട എന്ന് തീരുമാനിക്കുമ്പോൾ അമ്മയുടെ ചിന്തകൾ, ഹൃദയസ്പന്ദനം കുഞ്ഞറിയുന്നു എങ്കിൽ അമ്മയും അച്ഛനും വേണ്ട എന്ന് പറഞ്ഞ ആ കുട്ടി തീർച്ചയായും മാതാപിതാക്കൾക്ക് ഒരുപാട് സംഘർഷങ്ങൾ ഉണ്ടാകും. അതിന് പരിഹാരം പ്രായശ്ചിത്തം ചെയ്യണം. അതിന് ഉത്തമ ആചാര്യന്മാരെ കണ്ടുപിടിക്കണം. അങ്ങനെ ഷോഡശ സംസ്കാരത്തിലെ 1-ാമത്തേതായ ഈ ഗർഭാധാനം ഓരോ ഹിന്ദുവിനും അറിഞ്ഞിരിക്കേണ്ടതാണ്. നമുക്കുണ്ടാകുന്ന കുഞ്ഞ്
ആയുസ്സും ആരോഗ്യത്തോടെ സൽസ്വഭാവിയായി നല്ല ബുദ്ധിശക്തിയോടെ ദൈവഭക്തിയുമായുള്ള സന്താനമായിരിക്കണം എന്ന പ്രാർത്ഥനയോടുകൂടി വേണം ഗർഭാധാനം നടത്തുവാൻ. ആ പ്രാർത്ഥനയിലൂടെ കുഞ്ഞിനെ ലഭിക്കുന്നതിനാണ് ഷോഡശ സംസ്കാരത്തിലെ ഗർഭാധാനം. നമ്മുടെ കൗമാരക്കാരായ 13 തൊട്ട് 19 വയസ്സ് വരെ പ്രായമുള്ള കുഞ്ഞുങ്ങൾക്ക് തീർച്ചയായും ഇത് പറഞ്ഞു പഠിപ്പിക്കണം. വിവാഹം കഴിക്കുവാൻ തയ്യാറാവുന്ന ആൾക്കാർ തീർച്ചയായും ഷോഡശ സംസ്കാരം അറിഞ്ഞിരിക്കണം. കാരണം ദൈനംദിന ജീവിതത്തിൽ നാം അറിയേണ്ടതും ഒഴിവാക്കേണ്ടതും എല്ലാം തന്നെയാണ് ഷോഡശ സംസ്കാരത്തിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. രണ്ടാമത്തെ സംസ്കാരമാണ് പുംസവനം എന്ന് പറയും. ഇത് സ്ത്രീ ഗർഭിണിയായിട്ട് 2 മാസം ആകുമ്പോൾ ചെയ്യേണ്ട ചടങ്ങാണ്. പ്രധാനപ്പെട്ട ഒരു കാര്യം, തൻ്റെ ഭർത്താവിൻ്റെ പ്രതിജ്ഞയാണ് പ്രശ്നത്തിന് ഉത്തരവാദിയായ ആ പുരുഷൻ സ്ത്രീയുടെ വയറ്റിൽ തൊട്ട് ചൊല്ലുന്ന മന്ത്രത്തിന്റെ അർത്ഥം ഇങ്ങനെയാണ്: നീയും ഞാനും ഗർഭം ധരിച്ചിരിക്കുന്നു, നീ അത് വഹിച്ചിരിക്കുന്നു. പ്രകൃതി നിയമപ്രകാരം പുരുഷന് ഗർഭം സ്വീകരിക്കുവാനോ പ്രസവിക്കുവാനോ സാധ്യമല്ല. എന്നാൽ ഞാനും ഗർഭവാനാണ് എന്ന ഭാവേന ഞാൻ നിന്നെ പരിചരിച്ചു കൊള്ളാം എന്ന പ്രതിജ്ഞയാണ് ഇത്. അതായത് കുഞ്ഞു വയറ്റിൽ വളരുമ്പോൾ അതിന് കാരണക്കാരനായ പുരുഷനാണ് ഞാനെന്ന ഭാവേന ആ സ്ത്രീയെ ശരിക്കും പരിചരിക്കേണ്ടത് തൻ്റെ കടമയാണ് എന്നത് ഭാരതത്തിൻ്റെ ഷോഡശ സംസ്കാരം നമ്മളെ അത് ബോധിപ്പിക്കുന്നു. ഗർഭിണികളുടെ മാനസിക സംഘർഷം സിസേറിയന് കാരണമാകുന്നു എന്ന് ആധുനിക വൈദ്യശാസ്ത്രം പറയുന്നു. ആദ്യമായി പ്രസവിക്കുന്ന സ്ത്രീക്ക് പ്രസവം എന്ന് പറയുന്നത് വലിയ ഒരു ഭയാനകമായ ചിന്തകൾ രൂപപ്പെടുത്തുന്നതായി നമുക്ക് കാണാം. അതിന് പരിഹാരം യഥാവിധി അവർക്ക് നൽകുന്ന മാനസിക ധൈര്യമാണ്. ആ ധൈര്യം ഒരു സ്ത്രീക്ക് കൂടുതൽ ലഭിക്കേണ്ടത് തനിക്ക് താലി ചാർത്തിയ ആ പുരുഷനിൽ നിന്നാണ്. ഈ സമയത്ത് എന്തു കാണണം, എന്തു കാണരുത്, എന്ത് കേൾക്കരുത്, ഇതൊക്കെ ഒരു ചാർട്ട് ചെയ്തു വെക്കണം. ഒരു കാരണവശാലും സീരിയലുകൾ കാണരുത്. കാരണം ഭയം ജനിപ്പിക്കുന്ന, സങ്കടത്തെ തരുന്ന ഒന്നും കാണുന്നത് കേൾക്കുവാനും ഇടവരരുത്. നാം കാണുന്ന സീരിയൽ എല്ലാം മോശമാണെന്നല്ല, എന്നാൽ 10 നല്ല കാര്യങ്ങൾ പറയുമ്പോൾ നമുക്കൊരു 90% മോശമായതും ലഭിക്കുന്നത്. അപ്പോൾ 6 മാസം ഗർഭിണിയായ ഒരു സ്ത്രീ നന്നായി പേടിക്കുന്ന ഒന്നും കാണാൻ പാടില്ല. അത് ആ കുട്ടിയെ ബാധിക്കും. അതിനാൽ 2 മാസം ഗർഭാവധി ആയിരിക്കുമ്പോൾ പുംസവനം എന്ന ഈ സംസ്കാരത്തിലൂടെ ലഭിക്കുന്നു. കുടുംബം മുഴുവൻ ഒന്നിച്ചു ചേർന്നിരുന്ന് നടത്തുന്ന ഹോമങ്ങളിലൂടെ ഉയരുന്ന പുക. വർഷത്തിൽ 1-2 പ്രാവശ്യം വീടുകളിൽ തീർച്ചയായും ഗണപതി ഹോമങ്ങൾ നടത്തണം. കാരണം ഉണങ്ങിയ വിറക് കത്തുമ്പോൾ ഇടുന്ന എള്ള്, നാളികേരം, നെയ്യ് ഇത് കത്തുമ്പോൾ ഉണ്ടാകുന്ന വാതകം അന്തരീക്ഷത്തിലേക്ക് ശുദ്ധീകരിക്കുകയും അത് ശ്വസിക്കുന്ന നമുക്ക് കിട്ടുന്ന ഓജസ്സും തേജസ്സും നമ്മുടെ ശരീരത്തിനെ ശുദ്ധീകരിക്കുന്നു. എണ്ണ തേച്ച് കുളിക്കേണ്ട സമയമുണ്ട്, എണ്ണ തേച്ച് കുളിക്കരുതാത്ത സമയവുമുണ്ട്. അതൊക്കെ നല്ല ഒരു ആയുർവേദ ഡോക്ടറുടെ ഉപദേശം തേടണം. അയൺ ഗുളികകൾ കഴിവതും ഒഴിവാക്കണം. മനുഷ്യ ശരീരത്തിലെ 9 മില്ലി അയൺ ആവശ്യമുണ്ട്. ഈ അയൺ നമുക്ക് ലഭിക്കേണ്ടത് ക്യാപ്സൂളുകളിലൂടെയല്ല, നല്ല ഭക്ഷണത്തിലൂടെയാണ്. പാചകം ചെയ്യുന്ന പാത്രങ്ങൾ ഇരുമ്പായിരിക്കണം. പിന്നെ അതിൽ കൂടെ നമുക്ക് അയൺ ലഭിക്കും. അയൺ കൂടിയ ഭക്ഷണ പദാർത്ഥം കഴിക്കുവാൻ സ്ത്രീ തയ്യാറാകണം. ഇങ്ങനെ ചെയ്താൽ ഒരു നല്ല സുഖപ്രസവമായിരിക്കും ലഭിക്കുന്നത്. അതേപോലെ ഗർഭാവസ്ഥയിൽ സ്ത്രീയെ ദ്വിഹൃദയത്തോടു കൂടിയവളെന്നാണ്. അതായത് 2 ഹൃദയത്തെ, 2 ഭർത്താവും 2 ഹൃദയത്തോടു കൂടി വഹിക്കുന്നവളാണ് ആ സമയത്ത്. അപ്പോൾ ആ സമയം ഗർഭാവസ്ഥയിൽ, ആ അവസ്ഥയിൽ ഭർത്താവും മറ്റു കുടുംബത്തിലുള്ള എല്ലാവരും ചേർന്ന് ആ സ്ത്രീയെ ഒരു ദേവിയെ പോലെ പരിചരിക്കണം. ഇതാണ് പുംസവനം. 2ാമത്തെ നമ്മുടെ സംസ്കാരമാണ്. അതിനുശേഷം നമുക്ക് 3ാമത്തെ സംസ്കാരത്തിൽ വരുന്നത് സീമന്ത
സീമന്തോനയനം എന്നാണ് അതിന് പറയുന്നത്. അത് 6-ാം മാസം ചെയ്യുന്ന ചടങ്ങാണ്. അപ്പോൾ ഈ 6-ാം മാസമാണ് കുഞ്ഞിൻ്റെ ഹൃദയത്തിൻ്റെ വളർച്ച ആരംഭിക്കുന്നത്. അമ്മ എന്ത് കഴിക്കുന്നു, ശ്വസിക്കുന്നു, അതാണ് ആ കുഞ്ഞിൻ്റെ ദാനാദി കർമ്മങ്ങൾ ചെയ്യണം. ക്ഷേത്രങ്ങളിൽ വഴിപാടുകൾ, ഗുരുജനങ്ങൾക്ക് ദക്ഷിണ നൽകാം. ഇങ്ങനെ ഗർഭിണിയുടെ മനസ്സിന് സന്തോഷമേകുന്ന കാര്യങ്ങൾ 6-ാം മാസം മുതൽ 2ാമത്തെ ഘട്ടത്തിലേക്ക് ഗർഭാവസ്ഥ എത്തിയിരിക്കുന്ന എന്ന ബോധത്തോടെ നന്നായി പരിചരിക്കണം. ശ്രദ്ധിക്കേണ്ടത് ഭക്ഷണകാര്യമാണ്. നെയ്യ് കഴിക്കാൻ ശ്രമിക്കണം. കുഞ്ഞിൻ്റെ ബുദ്ധി വളർച്ചയ്ക്ക് ഉത്തമമാണ്. ഇലക്കറികൾ, പയറുവർഗ്ഗങ്ങൾ, ധാന്യങ്ങൾ ആഹാരത്തിൽ കൂടുതൽ ഉൾപ്പെടുത്തി. ഇറച്ചി കഴിക്കണമെങ്കിൽ ഹോർമോൺ കുത്തിവെച്ച ഇറച്ചിക്കോഴിയല്ല, കോഴിയിറച്ചി കഴിക്കാൻ പാടുള്ളൂ. പണ്ടൊക്കെ നമ്മൾ ഇറച്ചിക്കോഴി എന്നല്ലേ പറയുന്നത്, കോഴി ഇറച്ചി എന്നാണ് പറയുന്നത്. ഇപ്പോഴാണ് അത് ഇറച്ചിക്കോഴിയായി മാറിയത്. അങ്ങനെ അപ്പോൾ അനേക ദിവസം കെമിക്കൽ ചേർത്ത് ഫ്രീസറിൽ വെച്ച മത്സ്യം കഴിക്കരുത്. ഏറ്റവും ശുദ്ധമായ ഭക്ഷണവും വെള്ളവുമായിരിക്കണം സ്വീകരിക്കേണ്ടത്. ഇളനീർ നമ്മുടെ നാട്ടിൽ സാധാരണയായി കിട്ടുന്നതാണ് ഇളനീര്. ആ ഇളനീര് ദിവസവും കുറഞ്ഞത് 2 എണ്ണമെങ്കിലും ഗർഭാവസ്ഥയിൽ കഴിക്കണം. എന്നാൽ കുട്ടിക്ക് ഒരു വിധത്തിലുള്ള അസുഖങ്ങളും ഉണ്ടാകില്ല. അത്രയും അമൃതസമമായ പാനീയമാണ് ഇളനീര്. പിന്നെ ഷോഡശ സംസ്കാരത്തിലെ 3ാമത്തെ അവസ്ഥയായ സീമന്തനയനം 10 മാസം വരെ പ്രസവത്തിന് മുൻപുള്ള 3 സംസ്കാരങ്ങളാണ്. പിന്നെ ഇനി ഇത് ഇത്രയും നേരം നമ്മൾ പറയുന്നത് ഗർഭാവസ്ഥയിൽ ഉള്ള സംസ്കാരങ്ങളെ പറ്റിയാണ്. ഇത് കഴിയുമ്പോൾ അടുത്തത് 4ാമത് വരുന്ന ജാതകർമ്മം. ജാതകർമ്മം എന്ന് പറയുമ്പോൾ നമ്മൾ നേരെ ജാതകം എഴുതിക്കാനല്ല പോകേണ്ടത്. ജാതകർമ്മം എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ ഒരു കുഞ്ഞിനെ പ്രസവിച്ചാൽ ആദ്യം ഏറ്റുവാങ്ങുന്ന ആരാ? ഭർത്താവിൻ്റെ അമ്മയായിരിക്കാം, ഇല്ലെങ്കിൽ ഭാര്യയുടെ അമ്മയായിരിക്കാം. പക്ഷേ അങ്ങനെയല്ല ചെയ്യേണ്ടത്. അവിടുന്ന് പ്രസൂതിക സ്ത്രീ എന്നാണ് പറയുന്നത്. ഇപ്പം നേഴ്സാണ്. നേഴ്സിൻ്റെ കയ്യിൽ നിന്നും ആ കുഞ്ഞിനെ ഏറ്റുവാങ്ങേണ്ടത് ഭർത്താവാണ്. ഭർത്താവ് തൻ്റെ കയ്യിൽ ആ കുഞ്ഞിനെ ആദ്യം ഏറ്റുവാങ്ങിയിട്ട് അച്ഛന്, അപ്പോൾ ആ കുഞ്ഞിൻ്റെ അച്ഛൻ തൻ്റെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ചു പറയണം, ഓം വേദോസി, ഓം വേദോസി. ഇങ്ങനെ 3 പ്രാവശ്യം ആ കുഞ്ഞിൻ്റെ വലത് ചെവിയിലും 3 പ്രാവശ്യം ഇടത് ചെവിയിലും ഓം വേദോസി എന്ന ആ മന്ത്രം ജപിക്കണം. എന്താണ് അതിൻ്റെ അർത്ഥം? കുഞ്ഞെ നീ ജ്ഞാനമാകുന്നു, കുഞ്ഞെ നീ അറിവാകുന്നു. ഇങ്ങനെ അച്ഛൻ 3 പ്രാവശ്യം ഓം വേദോസി എന്ന മന്ത്രം ചൊല്ലി നീ ഒരു മനുഷ്യ ശരീരത്തെ സ്വീകരിച്ച അനന്തവികാസ സാധ്യതയുള്ള ബുദ്ധിയോടുകൂടിയ ഒരു മനുഷ്യനായി ജനിച്ചിരിക്കുന്നു. അപ്പോൾ ആ കുഞ്ഞിൻ്റെ അതിനുശേഷമാണ് ആ കുഞ്ഞിൻ്റെ നാവിൽ നമ്മൾ പറയുന്നത് തേനും വയമ്പും. ആ തേനും വയമ്പും കൂടെ കൂട്ടി ആ കുഞ്ഞിൻ്റെ നാവിൽ സ്വർണം കൊണ്ട് ഓംകാരം, പ്രണവമന്ത്രമായ ഓംകാരം എഴുതണം. പിന്നീട് ആ കുഞ്ഞിനെ അമ്മയെ ഏൽപ്പിക്കണം. ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പ്രസവത്തിനായിട്ട് നമ്മൾ പോകുമ്പോൾ വീട്ടിൽ നിന്നും ശുദ്ധീകരിച്ച ഔഷധ ഗുണമുള്ള വെള്ളം കരുതണം. ഇത് ഉപയോഗിച്ച് ആദ്യം അമ്മ എന്ത് ചെയ്യണം? അമ്മയുടെ വലത്തെ മുല ആ ശുദ്ധീകരിച്ച പാനീയത്തിൽ, ജലത്തിൽ കഴുകിയതിന് ശേഷം ആദ്യം കുഞ്ഞിനെ വലത് മാറിടത്തിൽ നിന്നും പാല് കുടിപ്പിക്കണം. അതിനുശേഷം ഇടത് മാറിടം. ഇങ്ങനെ 2 മാറിടവും മാറി മാറി ആദ്യത്തെ പാല് ആ കുഞ്ഞ് കുടിച്ചിരിക്കണം. അതിലൂടെ വരുന്നത് കേവലം സാധാരണ മുലപ്പാലെന്നല്ല അതിന് പറയുന്നത്. ആ കുഞ്ഞിൻ്റെ ജീവിത മുഴുവനും ആ കുഞ്ഞിന് പ്രതിരോധ ശക്തിക്ക് ഏറ്റവും അനുയോജ്യമായ ആദ്യത്തെ അമൃത തുല്യമായ അമ്മയുടെ മുലപ്പാലാണത്. അപ്പോൾ ഇത് ജാതകർമ്മത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ അച്ഛൻ കുഞ്ഞിൻ്റെ ചെവിയിൽ നീ വേദമാണ്, നീ ജ്ഞാനമാണ്, നീ അറിവാണെന്ന് പറയുകയും ആ അറിവ് അമ്മയ്ക്ക് മുൻപിൽ സാക്ഷ്യപ്പെടുത്തുകയും അങ്ങനെ സാക്ഷ്യപ്പെടുത്തിയ ആ അറിവായ കുഞ്ഞിനെ ഞാൻ നിനക്ക് നൽകുന്നു. ആ കുഞ്ഞ് അമൃതതുല്യമായ മുലപ്പാല് നൽകി പ്രിയ സഹധർമ്മിണി എന്ന് പറയുന്ന ചടങ്ങാണ് ജാതകർമ്മം എന്ന് പറയുന്നത്.
ഇവിടെ പ്രിയ സജ്ജനങ്ങളെ ഒന്ന് ആലോചിച്ചു നോക്കൂ. ഷോഡശ സംസ്കാരം എന്ന സംസ്കാരത്തെ രൂപപ്പെടുത്തിയ ആ ഗർഭം ധരിക്കുന്ന സ്ത്രീ ആ നിമിഷം തൊട്ട് ഓരോ ദിവസവും മാസവും എന്തു ചെയ്യണമെന്ന് നമ്മുടെ പൂർവികരായ ഋഷിശ്രേഷ്ഠന്മാർ നമുക്ക് പറഞ്ഞു തന്നു. ഈ മന്ത്രങ്ങളും പൂജകളും എന്ന് പറഞ്ഞാൽ ഹിന്ദു സമൂഹം ഒരു പുച്ഛത്തോടു കൂടിയാണ് ഇന്ന് കാണുന്നത്. എന്നാൽ നിങ്ങൾ ഇസ്ലാമിക സമൂഹത്തിലോട്ട് ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. അവർ ആദ്യം ആ കുഞ്ഞിൻ്റെ ചെവിയിൽ ലാ ഇലാഹു ഇല്ലല്ലാ എന്ന് അവരുടെ ആ വേദമന്ത്രം ചൊല്ലി കേൾപ്പിക്കുകയാണ് ആ കുഞ്ഞിൻ്റെ ചെവിയിൽ. എല്ലാ മതസ്ഥരും ചെയ്യുന്നുണ്ട്. പക്ഷേ നാം നമ്മുടെ ധർമ്മം ആചരിക്കാതെ കുറേ കാലം കടന്നുപോയപ്പോൾ, പുതിയ പുതിയ ഇസങ്ങളെല്ലാം വന്ന് ചേർന്നപ്പോൾ, അരുതുകളുടെ പിറകെ നമ്മൾ പോയപ്പോൾ നമ്മൾ മറന്ന നമ്മുടെ സംസ്കാരങ്ങൾ. ഇനിയെങ്കിലും ഇതൊക്കെ ചെയ്യുവാൻ പുതിയ തലമുറ തയ്യാറാകാൻ തീർച്ചയായും നഷ്ടപ്പെട്ടു പോയ നമ്മുടെ സംസ്കാരത്തെ തിരികെ പിടിക്കുവാൻ നമുക്ക് സാധിക്കും. ഇപ്പോൾ മൃതദേഹം കുഴിച്ചിടുന്നത് പരമാവധി ഒഴിവായി അല്ലേ? അത് അന്ത്യേഷ്ടിയാണ്. 16ാമത്തെ അടിയന്തരമായ അന്ത്യേഷ്ടി. അത് ഈ ഷോഡശ സംസ്കാരത്തിൻ്റെ ഏറ്റവും അവസാനമുള്ളതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ 4 സംസ്കാരങ്ങൾ പറഞ്ഞു. ഇനിയും 5ാമത്തെ സംസ്കാരം എന്ന് പറഞ്ഞാൽ നിഷ്ക്രമണമാണ്. നിഷ്ക്രമണം എന്നാൽ കുഞ്ഞു ജനിച്ച് 3ാമത്തെ ശുക്ലപക്ഷ തൃതീയയ്ക്ക്, അതായത് കുഞ്ഞ് 2.5-3 മാസത്തിനിടയ്ക്ക് രാവിലെ തന്നെ വീട്ടിൽ ഹോമങ്ങളൊക്കെ ചെയ്ത് അച്ഛനും അമ്മയും ഒന്നിച്ച് കുഞ്ഞിനെ എടുത്ത് പുറത്തേക്ക് കൊണ്ടുപോകണം. അപ്പോൾ അതുവരെ നവജാത ശിശുവിനെ നമ്മൾ വീടിൻ്റെ പുറകോട്ട് നമ്മുടെ വെളിയിലോട്ട് കൊണ്ടുവരികയില്ല. അപ്പം ഈ ശുക്ലപക്ഷ തൃതീയയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ രാവിലെ തന്നെ ആകാശത്തേക്ക് നോക്കിയാൽ സൂര്യനെയും ചന്ദ്രനെയും നമുക്ക് കാണാൻ സാധിക്കും. അത് കുഞ്ഞിനെ കാണിച്ചു കൊടുക്കണം. മക്കളെ, അതാണ് സൂര്യൻ, ചന്ദ്രൻ. അങ്ങനെ പ്രകൃതിയുമായി കുഞ്ഞിനെ ബന്ധപ്പെടുത്തണം. നിഷ്ക്രമണം കഴിയാതെ കുഞ്ഞുങ്ങളെ പുറത്ത് കൊണ്ടുപോകരുത്. കുഞ്ഞിനെ സ്വന്തം നട്ടെല്ല് ഉറച്ചതിന് ശേഷം മാത്രമേ വെളിയിൽ കൊണ്ടുപോകുവാൻ പാടുള്ളൂ. നട്ടെല്ലിൻ്റെ ഘടനയെക്കുറിച്ച് പഠിച്ചാൽ കാരണം മനസ്സിലാകും. തെരിയക്കുകളല്ലാത്ത, അതായത് ഹൊറിസോണ്ടലായിട്ടല്ലാത്ത വെർട്ടിക്കലായി നിൽക്കുന്ന മനുഷ്യൻ മാത്രമാണ്. ബാക്കിയെല്ലാം ഹൊറിസോണ്ടൽ ലെവലിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് സ്വയം നിയന്ത്രിക്കുവാൻ പര്യാപ്തമാകാതെ ഇരുചക്രവാഹനത്തിൽ സഞ്ചരിക്കുവാൻ പാടില്ല. അത് അപകടം ആണ്. നിഷ്ക്രമണത്തിന് മുൻപ് വെയിലത്ത് കൊണ്ടുപോകരുത്. ഗർഭിണിയായിരിക്കുന്ന സമയത്ത് മുണ്ടും വേഷ്ടിയും ധരിച്ചാൽ, അതായത് നമ്മളിപ്പം ഗർഭിണിയായി കഴിയുമ്പോൾ കുട്ടികളെല്ലാം ഇങ്ങനെ ഫുള്ള് കവർ ചെയ്യുന്ന ഡ്രസ്സുകളൊക്കെ ഇട്ടുണ്ട്. പക്ഷെ ആ സമയത്ത് ഈ വയറിൽ ആ സൂര്യൻ്റെ പ്രകാശം ചെല്ലുമ്പോൾ അത് കുഞ്ഞിനും സൂര്യപ്രകാശത്തെ ലഭിച്ചു എന്നുള്ളതാണ്. പക്ഷേ ഇന്നത്തെ കാലത്ത് ജീൻസും ടോപ്പും ഒക്കെ ഇട്ടല്ലേ പെൺപിള്ളേർ നടക്കുന്നത്. അപ്പോൾ ഈ സമയങ്ങളൊക്കെ ഇങ്ങനെയുള്ള ചില കർമ്മങ്ങളൊക്കെ ചെയ്താൽ, മുണ്ടും വേഷ്ടിയും ഒക്കെ ധരിച്ചാൽ കുഞ്ഞിന് മഞ്ഞ കളർ, കുഞ്ഞിനെ പ്രസവിച്ചാൽ നമ്മൾ കാണുന്നില്ല മഞ്ഞ കളറൊക്കെ കുഞ്ഞിന് ഇതുകൊണ്ടാണ്, സൂര്യപ്രകാശം ഏൽക്കാത്തത് കൊണ്ടാണ്. അപ്പോൾ നിഷ്ക്രമണത്തിന് ശേഷം കുഞ്ഞിനെ പുറം ലോകവുമായിട്ട് പിന്നെ ബന്ധപ്പെടുത്തണം. ഇതാണ് പൂർവാചാര്യന്മാർ നമുക്ക് തന്നിട്ടുള്ളത്. പിന്നെ ഇത് കഴിഞ്ഞിട്ട് 6ാമത് വരുന്നതാണ് നാമകരണം അല്ലേ? ഈ നാമകരണം എന്ന് പറഞ്ഞാൽ നാമകരണത്തിൻ്റെ ഇപ്പോഴെല്ലാം നമ്മൾ നാമകരണത്തിനൊക്കെ എന്തെല്ലാം കോപ്രായങ്ങളാണ് കാണിക്കുന്നത്. നമ്മുടെ സനാതന ധർമ്മത്തിൽ എത്രയോ ഭംഗിയായി നമുക്ക് പറഞ്ഞു തരുന്നു. അന്ന് ഹോമങ്ങളും പൂജാതി കർമ്മങ്ങൾക്കൊപ്പം ദേശത്തുള്ള ആരെയാണ്? വൃദ്ധന്മാരെന്ന് പറഞ്ഞാൽ ആരാ? വൃദ്ധൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം, വൃദ്ധന്മാർ 3 വിധമുണ്ട്. വയോവൃദ്ധരുണ്ട്, ജ്ഞാനവൃദ്ധരുണ്ട്, പിന്നെ പ്രായം കൊണ്ട് വൃദ്ധരായ, അതായത് പ്രായം കൊണ്ട് വൃദ്ധരായവർ. ഇങ്ങനെയൊക്കെ ഉള്ളവരെ വിളിച്ചു വരുത്തി അവർ വന്നിട്ട് കുഞ്ഞിനെ അനുഗ്രഹിക്കണം. തേജസ്വിയായ ഓജസ്വിയായി തീരട്ടെ, അങ്ങനെ കുറേ മന്ത്രങ്ങൾ ജപിക്കട്ടെ, അങ്ങനെ അനുഗ്രഹിക്കട്ടെ. എന്നിട്ട് ആചാര്യന്മാർ മുഖേന അച്ഛൻ അമ്മ കുഞ്ഞിന് നല്ല അർത്ഥമുള്ള പേരിടണം. മനസ്സിലാകുന്നുണ്ടോ? അതുകൊണ്ടാണ് നമ്മൾ ഈ ഭാഗവതമൊക്കെ പഠിക്കുമ്പോൾ അജാമളന് 10 മക്കളുണ്ടായതിൽ എന്താ പറയുന്നത്, 10ാമത്തെ കുഞ്ഞിന് നാരായണൻ എന്ന പേര് ഇട്ടു. അങ്ങനെ അവസാനം സമയത്ത് ആ കുഞ്ഞിനെയാണ് വിളിച്ചത്. പക്ഷെ നാരായണ എന്ന് വിളിച്ചപ്പോൾ ഭടന്മാർ നേരെ വൈകുണ്ഠത്തിൽ എത്തിച്ചു എന്നൊക്കെ ഭാഗവതം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്.
അതുകൊണ്ട് നാമകരണം ഇടുമ്പോൾ എപ്പോഴും ഇപ്പം ഇട്ടു പുട്ടു എന്നൊന്നും പേര് നാമകരണം ചെയ്യാൻ പാടില്ല. നല്ല അർത്ഥവത്തായ പേരുകൾ കുഞ്ഞിന് നൽകണം. അതേപോലെ ഏത് പേരിലാണോ കുഞ്ഞിന് നമ്മൾ ഇടുന്നത് ആ പേര് തന്നെ അവരെ നമ്മൾ വീട്ടിലും ആ പേരിൽ തന്നെ വിളിക്കണം. ആ വീട്ടിൽ ഇട്ടു പുട്ടു എന്നൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ കുഞ്ഞിൻ്റെ പേര് അങ്ങനെ തന്നെ പോകും. അപ്പം ഇപ്പോഴെല്ലാം കണ്ടുവരുന്നതാണ്. പക്ഷേ അതെല്ലാം മാറി വരുന്നുണ്ട്. ഇപ്പോഴെല്ലാം കമലാക്ഷി എന്നും സരസ്വതി അങ്ങനെ പുതിയ പുതിയ പഴയ ദേവീ നാമങ്ങളൊക്കെ തന്നെ പേരിടാനായിട്ട് ഒന്നും പാടുപെടേണ്ട കാര്യമില്ല. ഇപ്പോഴൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഒരു കുഞ്ഞങ്ങോട്ട് ജനിക്കാൻ പോകുന്നതിനെ കട്ടുമ്പോൾ അങ്ങനെ യൂട്യൂബിൽ ഇല്ലെങ്കിൽ മെസ്സേജ് ഇട്ട് വിടും, എനിക്ക് കുഞ്ഞാകുന്നുണ്ട്, കുഞ്ഞിനെ ഇടാനുള്ള നല്ലൊരു പേര് പറഞ്ഞു തരണം. എന്തിൻ്റെ പേര് എവിടെ പോയി തപ്പണം? പെൺകുട്ടികളുടെ പേര് ഇടണമെങ്കിൽ ആ നമ്മുടെ ദേവി സഹസ്രനാമം എടുത്തു നോക്കിയാൽ മതി. എത്ര പേര്, 1000 പേരാ ദേവിയുടെ പേര് അതിനകത്ത് പറയുന്നത്. അതേപോലെ വിഷ്ണു സഹസ്രനാമം എടുത്തു കഴിഞ്ഞാൽ മുഴുവൻ ആൺകുട്ടികൾക്ക് ഇടാവുന്ന പേര് ഇഷ്ടം പോലെ 1000. 101 മക്കളെ പ്രസവിച്ച ഗാന്ധാരിക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല. 101 പേര് അവരിട്ടു. ദുര്യോധനൻ തൊട്ട് ദൂവിൽ കൂട്ടി തന്നെ ദുര്യോധനൻ, ദുശാസനൻ തൊട്ട് ദുശ്ശള വരെയുള്ള പേരുകൾ നൽകി. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ അടുത്തത് 7ാമതായിട്ട് വരുന്നതാണ് അന്നപ്രാശൻ. കുഞ്ഞിന് നമ്മൾ ആഹാരം കഴിപ്പിക്കുക. നമ്മുടെ ദേശത്തെ സാധാരണമായി മുഖ്യമായ ഉത്തമമായി ഉപയോഗിക്കുന്ന ആഹാരം കുഞ്ഞിന് നൽകണം. അതുവരെ കുഞ്ഞു അമ്മയുടെ മുലപ്പാൽ മാത്രമാണ് കുടിക്കുന്നത്. വയോവൃദ്ധന്മാരുടെ അനുഗ്രഹം കുഞ്ഞിന് ലഭിക്കണം. ഈ മന്ത്രം ചൊല്ലണം. ഓം ശതം ജീവ ശരദോ വർദ്ധമാന ശതം ഹേമന്താൻ ശതമു വസന്താൻ ശതം ഇന്ദ്രാഗ്നി സവിത ബൃഹസ്പതി ശതായുഷ ഹവിക്ഷേമം പുനർധു. 100 കൊല്ലം എൻ്റെ കുഞ്ഞ് ജീവിക്കുമാറാകട്ടെ, 100 കൊല്ലം കാണുമാറാകട്ടെ, നല്ല സംഭാഷണം ചെയ്യുമാറാകട്ടെ എന്നൊക്കെയുള്ള ധാരാളം പ്രകാരത്തിൽ അനുഗ്രഹിക്കുക. അങ്ങനെ ക്ഷണിച്ച വൃദ്ധന്മാർക്കൊക്കെ ധാരാളം സമ്മാനങ്ങൾ കൊടുക്കുക, അവരെ സന്തോഷിപ്പിക്കുക. അങ്ങനെ പിന്നെ കുഞ്ഞ് വളരുന്നു. അമ്മയാണ് ഒന്നാമത്തെ ദൈവവും ഗുരുവും. കണ്ടും കേട്ടും അമ്മയോട് സഹവസിച്ച് കുട്ടി അങ്ങനെ വളരുന്നു. ഇനി 1 വർഷം തികഞ്ഞ് 3 വർഷത്തിനുള്ളിൽ ചെയ്യേണ്ട സംസ്കാരമാണ് കേശ സംസ്കാരം. അതിന് ചൂടാകർമ്മമെന്നും പറയും. ഇവിടെ ചൂടാകർമ്മം ഇവിടെ ഗർഭത്തിലെ മുളച്ച ഗർഭാവസ്ഥയിൽ തന്നെ അകത്ത് വെച്ച് തന്നെ കുഞ്ഞിന് മുളച്ച ആ മുടിയെ നീക്കം ചെയ്യുന്ന കർമ്മമാണ് ഈ ചൂടാകർമ്മം. ഇത് നമ്മുടെ പൂർവ്വ ആചാര്യന്മാർ പറയുന്ന കുഞ്ഞിൻ്റെ രോഗപ്രതിരോധ ശക്തിയെ വർദ്ധിപ്പിക്കും എന്നാണ്. ഒരു കാരണവശാലും 1 വയസ്സിന് മുമ്പ് ചെയ്യാൻ പാടില്ല. വേറെ ഒരു സവിശേഷത, അന്ന് ഹോമാദി കർമ്മങ്ങൾ ചെയ്യുന്ന ആചാര്യന് നമ്മുടെ പൂജാരിമാർക്കൊക്കെ ദക്ഷിണ കൊടുക്കുമല്ലോ, അതേകൂട്ട് ആ ആചാര്യന്മാർക്ക് എന്ത് ദക്ഷിണയാണോ നമ്മൾ കൊടുക്കുന്നത് അതേപോലെ തന്നെ അതിന് തുല്യമായ ദക്ഷിണ തന്നെ ക്ഷൗരം ചെയ്യുന്ന ക്ഷുരകനും ഒരേ ദക്ഷിണ നമ്മൾ നൽകണം. എല്ലാ തൊഴിലിനെയും മാനിക്കുന്നതാണ് നമ്മുടെ സനാതന സംസ്കാരം എന്ന് കാണിക്കുന്നതും കൂടിയായ ഒരു ചടങ്ങാണ് ഈ ചൂടാകർമ്മം. അത് കഴിയുമ്പോഴാണ് ഈ ഉപനയനമൊക്കെ ഇപ്പം നമുക്കില്ല. അതായത് കുഞ്ഞ് വളർന്ന് 4 വയസ്സ് കഴിഞ്ഞാൽ 8 വയസ്സിനുള്ളിൽ ഗുരുനാഥൻ കുഞ്ഞിന് ഗായത്രി മന്ത്രം ഉപദേശിക്കുന്നു. അങ്ങനെ ഗായത്രി മന്ത്രം ചൊല്ലി അതിനുശേഷമാണ് ഈ ഉപനയന കർമ്മം നടത്തുന്നത്. ഇങ്ങനെ കുഞ്ഞിന് ഉപനയനം ചെയ്ത് വളരുമ്പോൾ അച്ഛനും അമ്മയും കുഞ്ഞിനെ നിരീക്ഷിക്കണം. അതായത് ഉപനയനം എന്ന് പറഞ്ഞാൽ കുഞ്ഞിന് പഠിക്കാനായിട്ടുള്ള പക്വതയായോ എന്നാണ് ഇതിൽ കൂടെ കാണിക്കുന്നത്. ഒരു കാലവും കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാനായിട്ട് ആദ്യം ABCDയിൽ തുടങ്ങരുത്. ആദ്യത്തെ ഉച്ചാരണം ആ മുതലായ കണ്ട ശബ്ദങ്ങൾ പഠിപ്പിക്കണം. ആ, ഈ, ഇതുമാതിരിയുള്ള ആ ഉച്ചാരണം ശുദ്ധമായിട്ട് വരണമെങ്കിൽ, അല്ലാതെ നേരെ സായിപ്പാക്കുവാൻ ശ്രമിക്കാതിരിക്കുക. മാതൃഭാഷ ആദ്യം പഠിപ്പിക്കണം, എന്നിട്ട് മറ്റു ഭാഷകളുടെ പുറകെ പോകാവൂ. നമ്മുടെ ഭാഷ പരാപശ്യന്തി മധ്യമ വൈഖരി രൂപത്തിലാണ്. വ്യഞ്ജനാക്ഷരങ്ങളോടുകൂടിയ ശബ്ദമാണ് വൈഖരി. കുഞ്ഞ് ഗർഭത്തിലിരിക്കുന്ന സമയം തൊട്ട് 3 വയസ്സ് വരെ അതേത് ഭാഷ കേൾക്കുന്നു അതാണ് കുഞ്ഞിൻ്റെ മാതൃഭാഷ. പിന്നെ ഇങ്ങനെ ഓരോരോ ചടങ്ങുകൾ. പിന്നെ അടുത്തത് വിവാഹം എന്ന് പറഞ്ഞാൽ പിന്നെ ബ്രഹ്മചര്യം, ഗാർഹിസ്ഥ്യം,
വാനപ്രസ്ഥം, സന്യാസം, ഇത് കഴിഞ്ഞ് അവസാനമാണ് നമ്മുടെ അന്ത്യേഷ്ടി വരുന്നത്. ഇന്ന് നമ്മുടെ ഗൃഹപ്രവേശ കർമ്മങ്ങൾ, അതുകൊണ്ട് നാമകരണ ചടങ്ങുകൾ, പിന്നെ വിവാഹ കർമ്മങ്ങൾ, ഇതൊന്നും അതിൻ്റെ ആചാര അനുഷ്ഠാനം നമ്മുടെ എന്തൊക്കെയാണെന്ന് പോലും നമുക്കൊന്നും അറിയത്തില്ല. വിവാഹത്തിനൊക്കെ എന്തെല്ലാം കാര്യങ്ങൾ അവിടെ കാണിച്ചു കൂട്ടുന്നത്. നമ്മുടെ ഒരു ആചാര്യൻ്റെ കാർമ്മികത്വത്തിൽ വേണം ഈ വിവാഹ കർമ്മം എന്ന് പറഞ്ഞാൽ ഏറ്റവും മുഖ്യമായ ഒരു കർമ്മമാണ്. അവിടെ എപ്പോൾ നമ്മൾ അഗ്നി സാക്ഷിയായിട്ട് എന്ത് പ്രവൃത്തി ചെയ്താലും അവിടെ മത്സ്യ മാംസാദികൾക്കോ മദ്യങ്ങളോ അതിനൊന്നും അവിടെ അനുവദിക്കാൻ പാടില്ല. ഇപ്പോഴെല്ലാം കണ്ടുവരുന്നുണ്ട്, നമ്മുടെ എല്ലാ കർമ്മങ്ങൾക്കും മത്സ്യമാംസാദികളോട് കൂടിയാണ്. ഇത് നമ്മുടെ സനാതന ധർമ്മത്തിൽ ഒട്ടും നമുക്ക് യോജിച്ച സംസ്കാരമല്ല. നമ്മൾ വൈദേശിക സംസ്കാരം കണ്ടുപിടിച്ച് ഇന്ന് നമ്മളെല്ലാം അതിൽ പോയിട്ട് അതുകൊണ്ടാണ് ഇന്ന് വൃദ്ധസദനങ്ങൾ കൂടുന്നത്. കുഞ്ഞുങ്ങൾക്ക് അമ്മയോടോ അച്ഛനോടോ സ്നേഹമില്ലാതെ വരുന്നത്. കുഞ്ഞ് ജനിച്ച ഉടനെ കുഞ്ഞിനെ ഏസിക്കകത്തിട്ട് ഉറക്കരുത്. കുഞ്ഞിന് പ്രകൃതിയുമായി ബന്ധം വേണം. കുഞ്ഞിനെ ഭൂമിയിൽ നടത്താൻ വിടണം. ചെരുപ്പില്ലാതെ നടത്തണം കുഞ്ഞിനെ. മഴ നനയ്ക്കണം കുഞ്ഞിനെ. അപ്പോഴേ കുഞ്ഞ് ഈ പ്രകൃതിയുമായി ചേരുകയുള്ളൂ. അതുകൊണ്ടാണ് ഇന്ന് തൊട്ട ഉടനെ ഇച്ചിരി വെള്ളം വീണ ഉടനെ കുഞ്ഞിന് ഉടനെ പനിയായി, ചുമയായി. പ്രകൃതിയുമായിട്ട് ഈ കുഞ്ഞിന് ബന്ധമില്ലാത്ത രീതിയിലാണ് നമ്മൾ വളർത്തുന്നത്. ഏസിക്കകത്തിട്ട് വളർത്തുന്ന കുഞ്ഞിനെ ഒരു കാലവും ഈ പ്രകൃതിയുമായിട്ട് യോജിച്ച് ജീവിക്കാൻ പാടായിരിക്കും. അത് കുഞ്ഞിലെ എന്ത് ശീലിക്കുന്നു അതാണ് അതിൻ്റെ ലാസ്റ്റ് വരെ അതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഈ സംസ്കാരങ്ങളെല്ലാം നമ്മൾ നമ്മുടെ വീടുകളിൽ, സനാതന വിശ്വാസികൾ നമ്മുടെ വീടുകളിലൊക്കെ തുടങ്ങണം. ഞാനിത് പറയാൻ കാര്യം, നമുക്ക് ഇതെല്ലാം ഇപ്പോൾ ഒരു അന്യം നിന്ന് വരുന്ന ഒരു അവസ്ഥയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതിനെതിരായി നമുക്ക് ഒന്ന് കൂട്ടായ്മയോടെ നമ്മുടെ NSS കരയോഗങ്ങളിലും അതുകൊണ്ട് അവരവരുടേതായിട്ടുള്ള ആ സിസ്റ്റത്തിലൂടെ ഇതിനെ നമ്മുടെ അടുത്ത തലമുറയിലോട്ട് എത്തിക്കാൻ തീർച്ചയായിട്ടും കൗമാരപ്രായം തുടങ്ങുന്ന കുഞ്ഞുങ്ങൾ തൊട്ട് 13 തൊട്ട് 19 വയസ്സ് വരെയുള്ള പെൺകുട്ടികളും ആൺകുട്ടികളെയെല്ലാം അവരെല്ലാം ഒന്നിച്ച് കൊണ്ടുവന്ന് ഞായറാഴ്ച ദിവസങ്ങളിലോ ഇപ്പോൾ എവിടെയെങ്കിലും സൗകര്യം കിട്ടുമ്പോൾ നമ്മുടെ ക്ഷേത്രത്തിനോട് സംബന്ധിച്ച് എവിടെയെങ്കിലും വെച്ച് കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെയുള്ള ക്ലാസ്സുകൾ നമ്മൾ ചെയ്തു കൊടുക്കണം. എന്നാലേ നമ്മുടെ ഈ സംസ്കാരത്തിലോട്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റുകയുള്ളൂ. നല്ലൊരു പുതിയ തലമുറയെ നമുക്ക് സൃഷ്ടിക്കാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നടക്കുന്ന സിസ്റ്റം നമ്മുടെ ഈ സംസ്കാരങ്ങളെല്ലാം എങ്ങനെ നശിപ്പിക്കുക. ഹിന്ദു എന്ന് പറഞ്ഞ് കോളത്തിൽ ടിക്കിടുമ്പോഴും ഹിന്ദുവിനെ അഗെയിൻസ്റ്റായിട്ട് സംസാരിക്കുന്ന ആൾക്കാരെയാണ് ഇന്ന് ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളെല്ലാം ഭരിക്കുന്ന ഭരണാധികാരികളെല്ലാം. അവർ ചോദിച്ചാൽ ആരാണ്? നീ ഹിന്ദുവാണ്. ഇനിയൊരു കാസ്റ്റ് ചോദിച്ചാൽ നായരാണ്, പിള്ളയാണ്, എല്ലാം പറയും. പക്ഷേ ഏറ്റവും വലിയ ഹിന്ദു വിരോധികളും അങ്ങനെയുള്ള ആൾക്കാരെയാണ് കാണാറുള്ളത്. അവരാണ് ഇതിനെയൊക്കെ എതിർക്കുന്നത്. അവർ രാഷ്ട്രീയമല്ല പറയുന്നത്. ഈ കാര്യം മറ്റ് സെമറ്റിക് മതങ്ങളിലില്ല. അവർ രാഷ്ട്രീയ പാർട്ടിയിൽ ഏത് ഉന്നത പദവി ഇരുന്നാലും അവരവരുടെ സംസ്കാരം വിട്ടിട്ടുള്ള ഒരു കളിക്കും അവർ വരികയില്ല. ഇത് നമ്മളിലാണ് ഇത് ഇനി ഒത്തിരി മാറ്റങ്ങൾ വരുത്തേണ്ടത്. അത് ഒത്തിരി മാറി വരുന്നുണ്ട്. ഒത്തിരി പേരും തിരികെ നമ്മുടെ സിസ്റ്റങ്ങളിലോട്ട് തന്നെ തിരിച്ചു വരുന്നുണ്ട്. അതുകൊണ്ട് എല്ലാവരും ഇതെല്ലാം നമ്മുടെ ഓരോരോ വീടുകളിൽ ആരംഭിച്ചാൽ മാത്രമേ അത് നമ്മുടെ സമൂഹത്തിലോട്ടും നമ്മുടെ സിസ്റ്റം മുഴുവൻ ഇതിനെ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് എല്ലാവരും, എല്ലാ അച്ഛനമ്മമാരും അതിനുവേണ്ടി ശ്രമിക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നമസ്കാരം. ഹരി ഓം.